ശരി, എനിക്ക് നീ ഉപകാരം ചെയ്യൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും മമ്മിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരോടും പറയാതെ മുങ്ങിക്കളയും. ചേച്ചി ഉറപ്പ് കൊടുത്താ മമ്മി സമ്മതിച്ചിരിക്കും, ഉറപ്പ്. നല്ല ഉറക്കാ, വിളിച്ചെഴുന്നേൽപ്പിക്കണോ? എഴുന്നേൽപ്പിക്കാതെ പറ്റുമോ? ഭക്ഷണം കൊടുക്കണ്ടേ? സൂര്യ, സൂര്യ, സൂര്യ. നന്ദിനി, 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 നന്ദിനി. സൂര്യ, നീ എന്തീ നോക്കുന്നേ? ഞാൻ എന്താ നോക്കുന്നതെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഞാൻ നോക്കുന്നത് നന്ദിനിയാ. നന്ദിനി, നന്ദിനി. നന്ദിനി, എനിക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടത് നന്ദിനിയാ. നന്ദിനോട് വരാൻ പറ, ചെല്ല്. അളിയൻ ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും നന്ദിനിയെ നമ്മൾ എവിടെന്ന് കൊണ്ടുവരാനാ അളിയ? അവള് പോയ വഴി ഏതാണെന്ന് നമുക്ക് നിശ്ചയമില്ല. നീ ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ട. സൂര്യ, വാശി കാണിച്ച് നീ പട്ടിണി കിടന്ന ഈ കിടപ്പിന്ന് എഴുന്നേൽക്കാൻ വൈകും. നിന്റെ അസുഖം ഒരിക്കലും മാറില്ല. മാറണ്ട. നന്ദിനി വരാതെ എന്റെ അസുഖം മാറണ്ട. നന്ദിനി, 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 ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നീ എന്താ കരുതിയിരിക്കുന്നെ? നിനക്ക് മാത്രം ഇറിറ്റേഷനും ടെൻഷനും ഒക്കെ ഉള്ളൂന്നാ? കൂടെ കൂടെ നീ ഇത് പറയുമ്പോഴേ ഞങ്ങൾക്ക് ദേഷ്യം വരും. അതെ അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സ്വന്തം ആങ്ങളല്ലേ പട്ടിണി കിടക്കണ്ടെന്ന് കരുതി കൊണ്ടുവന്ന് തരുമ്പോ മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടോ നീ? കഴിക്ക്, കഴിക്ക്, കഴിക്ക്. ഇനി എന്റെ മുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒരാൾ കൊണ്ടുവന്നേക്കരുത്. ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ നന്ദിനി എന്റെ മുന്നിലേക്ക് വരണം, അല്ലാതെ ഒരുത്തരും എന്റെ മുമ്പിലേക്ക് വരണ്ട. കേട്ടില്ലേ? ഇറങ്ങിപ്പോ. നീ കാണിക്കുന്നതേ അഹങ്കാര. നീ ഈ അവസ്ഥയിലാവുന്നതിന് മുൻപ് ഞങ്ങളോട് കാണിച്ചതൊക്കെ ഞങ്ങളെ മറന്നിട്ടില്ല. അസുഖമുള്ള ആളോട് അതൊന്നും കാണിക്കരുതല്ലോ എന്ന് കരുതിയിട്ട. അതെ, ഞാൻ ഈ കിടപ്പ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചെയ്തതും ഞാൻ മറന്നിട്ടില്ല. അതിന് ഓർമ്മിപ്പിക്കണം ഓരോന്നോരോന്നായിട്ട്. ഇന്ദ്രജെ, വേണ്ടെങ്കിൽ കഴിക്കണ്ട. വിശന്ന് തളരുമ്പോഴേ ചോദിച്ചു മേടിച്ച് കഴിച്ചോളൂ. അതിനെ തന്നെ പോലെ നാണമില്ലാത്തവനാവണോ ഞാൻ? കണ്ടോ കണ്ടോ, അവസാനം എനിക്കിട്ടായി പണി. ശരി, നീ ഭക്ഷണം കഴിക്കണ്ട. മരുന്നെങ്കിലും കൃത്യസമയത്ത് കഴിക്കും. എണീറ്റിരിക്കാൻ വയ്യ. നന്ദിനി, നന്ദിനി കൊടുക്ക്. പാത്രളിയ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാൻ കണ്ണു തുറക്കുമ്പോ നന്ദിനി എന്റെ മുമ്പിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആരൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തിനാളി എന്നോട് മാത്രം ഒരു സ്പെഷ്യൽ നോട്ടം? അളിയൻ എന്നെ തല്ലി മതിയായില്ലേ? ഇനി കൊള്ളാൻ സ്ഥലമില്ല ശരീരത്തിൽ.